നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. വ്യത്യസ്തതയാർന്ന കൃഷിരീതിയുമായി കാക്കിക്കുള്ളിലെ കർഷകൻ. പോലീസ് ജോലിയിൽ നിന്നും SI ആയി പെൻഷനായ ഹെൻഡേഴ്സനാണ് സമൂഹത്തിനും യുവത്വത്തിനും മാതൃകാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പാരമ്പര്യമായി ഞങ്ങൾ കൃഷിക്കാരാണ്, ആസ്വാദനകരമായാണ് കൃഷികൾ ചെയ്യുന്നത്. സർവീസിൽ കയറുന്നതിന് മുമ്പ് തന്നെ കർഷകനായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 31 വർഷത്തെ സർവീസിന് ശേഷം കൃഷി തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. എന്തായാലും ഒരു കാക്കിക്കുള്ളിലെ കർഷകൻ എന്ന് വേണമെന്ന ഒരു സന്തോഷമായിട്ടുള്ള സംഭവം എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് സാർ, നേരത്തെ തന്നെ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നതാണോ? ഉണ്ടായിരുന്നു. പാരമ്പര്യമായിട്ട് തന്നെ നമ്മളെ കുടുംബം ഒരു കർഷക കുടുംബമാണ്. അപ്പോൾ സർവീസിൽ പോകുന്ന കാലത്തിന് പോലീസിൽ 31 വർഷം മുമ്പ് സർവീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കൃഷിയുമായിട്ട് ബന്ധമുണ്ടായി. റിട്ടയറായതിനു ശേഷം പിന്നെ ഇതൊരു ജീവനോപാധിയായി തിരഞ്ഞെടുത്തു. ജീവനോപാധി മാത്രമല്ല, ആരോഗ്യ പരിപാലനം, പിന്നെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ കഴിയും. അങ്ങനെയുള്ള അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഉപജീവിക്കുക, അതിലൂടെ ലഭിക്കുന്നൊരു ആത്മസംതൃപ്തി മൃഗപരിപാലനം വഴിയും ഈ കാർഷിക വൃത്തി വഴിയും ലഭിക്കുന്ന ഒരു ആത്മസംതൃപ്തി നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനം. ജൈവകരമായ രീതിയിലാണ് താൻ കൃഷി ചെയ്യുന്നത്. മണ്ണിര കമ്പോസ്റ്റ്, ആട്ടോരം തുടങ്ങിയവയാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ വാഴക്കുലകൾക്ക് മാർക്കറ്റിൽ ഏറെ പ്രാധാന്യമുള്ളതായും അദ്ദേഹം പറഞ്ഞു. റബ്ബർ, വാഴ, കുരുമുളക്, കാപ്പി, വരിക്കപ്ലാവ്, റംബൂട്ടാൻ, കൂൺ കൃഷി, കോഴി വളർത്തൽ തുടങ്ങി താൻ ചെയ്യുന്ന കൃഷികൾ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ് നമ്മുടെ കൃഷി രീതികൾ? തികച്ചും നാടൻ കൃഷി രീതികളാണ്. നമ്മൾ ജൈവ കൃഷി രീതിയാണ് ഞാൻ കൂടുതൽ അവലംബിക്കുന്നത്. ആടിൻ്റെ ആട്ടോരം, പിന്നെ ചാണകം, മണ്ണിര കമ്പോസ്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതലും കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃത്രിമമായിട്ടുള്ള വളങ്ങളോ വളപ്രയോഗങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം ജൈവികമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വാഴക്കുലകൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. കൂടുതൽ ആളുകൾ ആകർഷകരാകുന്നുണ്ട്. എല്ലാ ജൈവ കൃഷി കൊണ്ട് കുരുമുളകായാലും കാപ്പിയായാലും എല്ലാം ആളുകൾ വളരെ ആകർഷണീയമായ രീതിയിൽ വന്ന് വാങ്ങുന്നുണ്ട്. എന്തൊക്കെ കൃഷികളാണ് നമ്മൾ ചെയ്യുന്നത്? കൂടുതലായിട്ട് റബ്ബർ, പിന്നെ ഇപ്പോൾ വാഴ കൃഷി. വാഴ 2-2.5 ഏക്കറോളം സ്ഥലത്ത് ഞാൻ റീപ്ലാന്റേഷൻ നടത്തിയിട്ട് കരയിൽ വാഴ കൃഷി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉണക്കായപ്പോൾ അല്പം വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ നല്ല വിളവ്, സാമാന്യം നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ്? ഇപ്പോൾ കുരുമുളക്, കുറച്ച് കാപ്പി, പിന്നെ കുറച്ച് റബ്ബർ, പിന്നെ എല്ലാ തോട്ടങ്ങളിലും എല്ലാ വിളകളും ഉണ്ട്. പിന്നെ തെങ്ങ്, പിന്നെ വിയറ്റ്നാം ഏർലി തുടങ്ങിയ പ്ലാവ്, വിദേശ ഇനങ്ങളും, പിന്നെ മാവ്, കുറച്ച് മാവ് കൃഷി ചെയ്തിട്ടുണ്ട്. എല്ലാ മേളത്തെ തോട്ടത്തിൽ മാവാണ്. മാവും, റംബൂട്ടാൻ, ജാതി, ഇങ്ങനെയുള്ള എല്ലാ കൃഷി രീതികളും. അതെല്ലാം നമ്മളെ നാട്ടിൽ സാധാരണ കാണുന്ന, നമ്മളെ ഈ തെക്കൻ തിരുവിതാംകൂറിൽ സാധാരണ സമൃദ്ധമായി വിളയുന്ന എല്ലാത്തരം കൃഷി രീതികൾ, കുരുമുളക്, ജാതി, എല്ലാം ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. ജൈവകരമായ രീതിയിലാണ് താൻ കൃഷി ചെയ്യുന്നത്. മണ്ണിര കമ്പോസ്റ്റ്, ആട്ടോരം തുടങ്ങിയവയാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ വാഴക്കുലകൾക്ക് മാർക്കറ്റിൽ ഏറെ പ്രാധാന്യമുള്ളതായും അദ്ദേഹം പറഞ്ഞു. റബ്ബർ, വാഴ, കുരുമുളക്, കാപ്പി, വരിക്കപ്ലാവ്, റംബൂട്ടാൻ, കൂൺ കൃഷി, കോഴി വളർത്തൽ തുടങ്ങി താൻ ചെയ്യുന്ന കൃഷികൾ ഇതൊക്കെയാണ്. തൻ്റെ കുടുംബത്തിലെ സഹകരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭാര്യയും മക്കളും ഒന്നിച്ചാണ് കൃഷി ചെയ്യുന്നത്. കൃഷിയിൽ നിന്നും നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നതായും ആരോഗ്യ പരിപാലനവും മാനസിക ഉല്ലാസവും അനുഭവിക്കാൻ പറ്റുന്നതായും അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിലെ സഹകരണം എങ്ങനെയാണ്? വീട്ടിൽ കുടുംബം, പിന്നെ കുറച്ച് കോഴിയുണ്ട്, ആടുണ്ട്, കുറച്ച് മുയലുണ്ട്. എല്ലാത്തിൽ നിന്നും ചെറിയ ചെറിയ വരുമാനം കിട്ടും. പിന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര മോറൽ സപ്പോർട്ടാണ്. വൈഫ് എല്ലാ ദിവസവും രാവിലെ കൂടെ വരുമായിരുന്നു. ഇപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വരുന്നില്ല. അങ്ങനെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളല്ല, ചെറിയ പ്രശ്നങ്ങൾ കാരണം വരുന്നില്ല. പിന്നെ കടുത്ത വേനൽ, അതുകൊണ്ടാണ് വരാത്തത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും കുടുംബം നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ മക്കളെല്ലാം ജോലി കിട്ടുന്നതിന് മുമ്പ് അവർ നല്ല സപ്പോർട്ടായിരുന്നു. കൂടുകൾ, ഈ ആടിൻ്റെ കൂടുകളൊക്കെ ചെയ്തു തരാനും അതിനെല്ലാം അവരാണ് അന്ന് സഹായിച്ചത്. പിന്നെ സ്ഥിരമായ ഒരു പണിക്കാരനുണ്ട്. അയാളെ എല്ലാ ദിവസവും അയാൾക്കുള്ള ഭക്ഷണം, മൃഗങ്ങൾക്കുള്ള ഭക്ഷണം ഇതെല്ലാം ആയിട്ട് രാവിലെ ഞാനിങ്ങ് വരും. പിന്നെ വൈകിട്ട് തിരിച്ചു പോകും. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. മക്കളൊക്കെ എന്താണ് ഇപ്പോൾ? മക്കള് മൂത്ത ആള് ഗോകുലം ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സീഡാക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. കഴക്കൂട്ടത്താണ് അദ്ദേഹം. അവിടെ തന്നെ ഇപ്പോൾ വീടെടുത്ത് താമസിക്കുക. ഇടയ്ക്കിടെ വന്നു പോകും.
അവിവാഹിതരാണ് രണ്ടുപേരും. എൻ്റെ കുടുംബത്തിലെ സഹകരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭാര്യയും മക്കളും ഒന്നിച്ചാണ് കൃഷി ചെയ്യുന്നത്. കൃഷിയിൽ നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നതായും ആരോഗ്യ പരിപാലനവും മാനസിക ഉല്ലാസവും അനുഭവിക്കാൻ പറ്റുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴുള്ള തലമുറയോട് പറയാനുള്ളത്, ഏത് മേഖലയായാലും ആത്മസമർപ്പണത്തോടെ ജോലി ചെയ്താൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. കൃഷി തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ കൃഷിയിൽ നിന്ന് സാധാരണ കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടെന്നുള്ളത്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ലാഭമാണോ എന്നുള്ള സംഭവങ്ങൾ ആൾക്കാരിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് സാറിൻ്റെ ഒരു എൻ്റെ കാഴ്ചപ്പാടിൽ കൃഷി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഡിവോട്ടഡ് ആയിട്ട് ചെയ്താൽ മണ്ണ് നമ്മൾ ഒരിക്കലും ചതിക്കില്ല. കൃഷി നഷ്ടമെന്ന് ഞാൻ പറയില്ല. നമ്മുടെ വീട്ടിലെന്നും സമൃദ്ധിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ആഹാര സാധനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അത് കഴിഞ്ഞുള്ളത് മാത്രം വിറ്റാൽ മതി. അതിന് പുറമെ നമുക്ക് നല്ല ഹൈജീനിക്കായിട്ടുള്ള ഫുഡ് കഴിക്കാം. നമുക്ക് ഈ കൃത്രിമത്വം ഇല്ലാത്ത ആഹാരം കഴിക്കാൻ കഴിയും. പിന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. എല്ലാ ദിവസവും തോട്ടത്തിലെല്ലാം വന്ന് നോക്കി ഈ മൃഗങ്ങളെല്ലാം ഒന്ന് കണ്ട്, പിന്നെ അവയുമായിട്ട് വൈകുന്നേരം ഞാൻ രാവിലെ ഒരു 7-7:30 തോട്ടത്ത് വന്നു കഴിഞ്ഞാൽ ഈ പണികളെല്ലാം കഴിഞ്ഞ് രാത്രി 7:30 തിരിച്ചു പോകാറ്. അതുവരെ നമ്മൾ വളരെ മാനസിക ഉല്ലാസം ലഭിക്കുന്ന അതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും കൂടുതൽ ആരോഗ്യ പരിപാലനവും മാനസിക ഉല്ലാസവും, അതിനു പുറമെ വരുമാനം തീരെ മോശമല്ലാത്ത വരുമാനം കിട്ടും. നമ്മൾ കുറച്ച് ആത്മാർത്ഥമായ ആത്മസമർപ്പണത്തോടുകൂടി ഈ മേഖലയിൽ നിന്നാൽ ഒരിക്കലും കൃഷി നഷ്ടമെന്ന് പറയാം. അപ്പം നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് അങ്ങനെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി ഇല്ല, പക്ഷേ ഉണക്ക് പ്രശ്നമാണ്. കടുത്ത വേനൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അല്ലാതെ അത് ഒഴികെ ബാക്കി എല്ലാ മേഖലയിലും നമുക്ക് ഞാൻ വളരെ സംതൃപ്തനാണ്. അപ്പോൾ ഒരു പൊതുസേവനത്തിൽ നിന്ന് വീണ്ടും സമൂഹം അംഗീകരിക്കുന്ന ഒരു എന്താണ് കർഷകനായി മാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി മുന്നോട്ട് എന്തായാലും ഇത് നല്ലൊരു മെസ്സേജായിട്ട് തന്നെ ആൾക്കാർക്ക് ഒരു മെസ്സേജായിട്ട് തന്നെയാണ് അത് മാറ്റം എന്നുള്ളത് തന്നെ. തീർച്ചയായിട്ടും. നമ്മുടെ സമൂഹത്തിന്, ഞാൻ കാട്ടാക്കട പിന്നെ നമ്മുടെ ഈ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരോട് പറയാനുള്ളത്, നമ്മൾ ഈ കൃഷിയെ തള്ളിക്കളയരുത്. കൃഷിയെ നമ്മൾ നിലനിർത്തണം. അതിനുവേണ്ടി നമ്മൾ ആത്മസമർപ്പണത്തോടുകൂടെ ഏത് മേഖലയിൽ കാക്കിയിൽ ജോലി ചെയ്താലും അല്ല യൂണിഫോംഡ് അല്ലാത്ത ജോലി ചെയ്താലും നമ്മൾ 1 മണിക്കൂറെങ്കിലും അതിനുവേണ്ടി വിനിയോഗിച്ചാൽ അത് ഗുണം തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ കാക്കിയിൽ നിന്ന് കൃഷിയിലേക്കുള്ള ഈ ഒരു പരകായ പ്രവേശം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദകരമാണ്. മറ്റുള്ളവർക്കും അങ്ങനെ ആകട്ടെ. ഇങ്ങനെ സമൂഹത്തിന്, പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്താൻ നമ്മളെപ്പോലെയുള്ള മുതിർന്ന തലമുറയുടെ സന്ദേശങ്ങൾ ഉപകരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഓക്കെ താങ്ക് യു. താങ്ക് യു.